ഹായ് ഹോൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല രീതിയിലുള്ളൊരു വെണ്ടയ്ക്ക മോരുകറി തയ്യാറാക്കിയിട്ടെടുത്താലോ. വളരെ എളുപ്പത്തിലും വളരെ രുചികരമായ നല്ലൊരു വെണ്ടയ്ക്ക മോരുകറി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം. ചോറിന് വേണ്ടിയിട്ട് ഈ ഒരു വെണ്ടയ്ക്ക മോരുകറി മാത്രം മതി. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടെടുക്കുന്ന ഈ ഒരു വെണ്ടയ്ക്ക മോരുകറി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക മോരുകറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് 1/2 കിലോഗ്രാമോളം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് അതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഉപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഞാനിത് കഴുകിയെടുത്ത് ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തുടച്ച് വെക്കുന്ന വെച്ചാൽ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പില്ല അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അത് തോരന് കട്ട് ചെയ്യുന്നില്ല, അതിലും കുറച്ച് കനം കൂടുതലാക്കിയിട്ടാണ് ഈ ഒരു വെണ്ടയ്ക്ക ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കരുത്. കാരണം ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് കനത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ തോരൻക്കൊക്കെ അരിഞ്ഞെടുക്കുന്നില്ല, അതിലും കുറച്ച് കനം കൂടിയിട്ടെന്നാണ് ഉള്ളതും. ഒരുപാട് നീളത്തിൽ അരിയേണ്ട, ഒരുപാട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കേണ്ടത്. ഈ ഒരു വലുപ്പത്തിലാണ് ഈ ഒരു വെണ്ടയ്ക്ക മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1/2 കിലോഗ്രാമോളം വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതായത് കുറച്ച് അല്പം എരിവുള്ള പച്ചമുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിൽ ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 3/4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഈ ഒരു മോര് കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. അപ്പോൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടാതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാതെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു വെണ്ടയ്ക്കയുടെ കളറ് മാറുന്ന രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ആ ഒരു വഴുവഴുപ്പില്ലേ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യണേ. നല്ല രീതിയിൽ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോകും. കാരണം എന്താ വെച്ചാൽ പിന്നെ ആ ഒരു ഉൾഭാഗമൊന്നും എന്താ പറയുക കുക്കായി കിട്ടില്ല. അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറണം. അത് നന്നായിട്ട് തന്നെ ഇത് കുക്കായി കിട്ടുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക നല്ല രീതിയിൽ തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിനെ അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് അധികം പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒരു മന്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് കടഞ്ഞെടുക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ മന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് മോരും തൈരൊക്കെ ഒന്ന് കടഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് മന്തില്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടോ റിസ്ക് ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ലൂസാക്കി എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മന്തുള്ളത് കൊണ്ടാണ് മന്ത് ഉപയോഗിച്ചിട്ട് തന്നെ ഇതിനൊന്ന് കടഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ കടഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മന്ത് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി വേണമെന്ന് വെച്ചാൽ നേരത്തെ വഴറ്റിയെടുത്ത ആ ഒരു വെണ്ടയ്ക്കയില്ല അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു തൈരിലേക്ക് ഈ വെണ്ടയ്ക്ക മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം തയ്യാറാക്കിയിട്ട് എടുക്കണോ അതിനനുസരിച്ച് തൈരിൻ്റെയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെയും അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താലും മതിയേ. അങ്ങനെ ഇത് അവിടെ ഒന്ന് അടച്ച് വെച്ച് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കൂടി തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി അടുപ്പിലൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലത്തെ അതായത് നാടൻ രീതിയിലുള്ളതൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകമില്ല അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രമാണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, അതായത് ഞാനിപ്പോൾ ഒരു 10 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഒരല്പം വലുതാണെങ്കിൽ ഒരു 5 6 എടുത്താൽ മതി. എൻ്റെ അടുത്ത് തീരെ ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാനൊരു 10 എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഞാൻ 2 പച്ചമുളക് നേരത്തെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാന്താരി മുളക് ഉള്ളതാണെങ്കിൽ ഒരു 10 കാന്താരി മുളക് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് എന്താ പറയുക, ഈ ഒരു കളറൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചെടുക്കണേ, കാരണം അല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്താലും മതി. പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒരു മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പിഞ്ച് അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പായിപ്പോൾ എന്താണെന്നറിയില്ല, അത് കാണുന്നില്ല. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച തൈരില്ലേ, വെണ്ടക്കയും കൂടി ചേർത്തിട്ടുള്ള അതിലേക്ക് ഈ ഒരു കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു താളിപ്പൊന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഓരോരുത്തരുടെ ഉപ്പിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഉപ്പ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചില ആൾക്ക് കുറച്ച് കുറവായിരിക്കും, ചില ആൾക്ക് കുറച്ച് കൂടുതലായിരിക്കും വേണ്ടുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് ഈ ഒരു വെണ്ടയ്ക്ക മോര് കറി മാത്രം മതി. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള വെണ്ടയ്ക്ക മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.